الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായമായ സൂറത്തുൽ മുഅ്മിനൂനിലെ 14-ാമത്തെ ആയത്തിന്റെ അർത്ഥവും വിശദീകരണവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 14-ാമത്തെ ആയത്തിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമങ്ങളും അക്ഷരങ്ങളുടെ മഖ്റജുകളും എങ്ങനെയാണ് ആ ആയത്ത് പാരായണം ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമൊക്കെയാണ് കേൾപ്പിച്ചത്. അതോടൊപ്പം ആ ആയത്ത് ആവർത്തിച്ച് കുറച്ച് തവണ നമ്മൾ പാരായണം ചെയ്യുകയും ചെയ്തു. അല്ലെ? അങ്ങനല്ലേ? ആയത്തിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നില്ല. അപ്പൊ ഇനി നമുക്ക് ആയത്തിന്റെ അർത്ഥത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത കുറച്ച് ആളുകളെ കാണുമ്പോൾ അപ്പൊ അവർക്ക് വേണ്ടി മാത്രം ഈ ആയത്ത് അതിന്റെ ഖിറാഅത്ത് രണ്ട് തവണ മാത്രം ഒന്ന് ആവർത്തിച്ച് കേൾപ്പിക്കാം. അത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. അത് ഓതുന്ന സമയത്ത് ഏതൊക്കെ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്, മഖ്റജുകൾ ഏതൊക്കെയാണ്, നിയമങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയും ചെയ്യണം. അപ്പോൾ അതൊന്ന് കേട്ടതിന് ശേഷം നമുക്ക് വേഗമാനത്തിലേക്ക് കടക്കാം. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. അഥവാ ഈ ഇരിക്കുന്ന നമ്മൾ പിന്നിട്ട ഘട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങാൻ പോകും. അപ്പൊ ഈ ഇരിക്കുന്ന ഘട്ടത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ഘട്ടം എന്താണ് എന്ന് നമ്മൾ പറയുന്നത്. പല ആളുകളും ഈ ആയത്തിനെ അതിന്റെ ഒരു സയൻസ് മാത്രമാണ് പറയാറുള്ളത്. ഇതിന്റെ ഒരു ശാസ്ത്രമാണ് പലപ്പോഴും പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഈ ഘട്ടങ്ങളെ കുറിച്ചൊന്നും അത്രമാത്രം സയൻസ് പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ വാക്കല്ല ഇത് എന്നും, മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിന്റെ വാക്കുകളാണ് ഇത് എന്നും ആളുകൾക്ക് മനസ്സിലായി. പിൽക്കാലത്ത് ശാസ്ത്രം പുരോഗതി പ്രാപിച്ചു. അപ്പൊ അന്ന് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് മുത്തുഫത്ത്, അലക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ ബീജമാണ്, ഭ്രൂണമാണ് എന്നൊക്കെ പറയുമ്പോൾ ബീജത്തെക്കുറിച്ചും ഭ്രൂണത്തെക്കുറിച്ചും ഒന്നും അത്രമാത്രം
അറിവ് ജനങ്ങൾക്കില്ലായിരുന്നു. അന്നവർ അങ്ങനെ അത് മനസ്സിലാക്കി. ഒരു കുടുംബത്തിറക്കത്തായി എങ്ങനാത്തിന്റെ ഘട്ടങ്ങൾ മനസ്സിലാക്കിയത് മാത്രം. പിന്നീടാണ് ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ഗവേഷണം നടത്താനൊക്കെ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആനിൽ ഈ പറഞ്ഞ കാര്യം ശാസ്ത്രം അംഗീകരിക്കുന്നു, ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ച് പലരും ഗ്രന്ഥങ്ങൾ എഴുതി, പലരും പ്രസംഗിച്ചു, പലരും സന്തോഷങ്ങൾ നടത്തി, പലരും ഖുർആനിന്റെ അമാനുഷികത ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ വേണ്ടി ഈ ആയത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, അതൊരു സൈഡിലോട്ട് അത് ആവശ്യമാണ്, അത് നടക്കട്ടെ. പക്ഷേ നമ്മൾ ഖുർആനിനെ ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളെ നമ്മൾ വിശദീകരിക്കുന്നത് ഈ സയൻസിനും ശാസ്ത്രത്തിനും എല്ലാം അപ്പുറം സത്യം, സയൻസ് അല്ല, സത്യം, ഒരു പരമയാഥാർത്ഥ്യം, അതാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നത്. കാരണം സയൻസ് ഒന്നും മാറാം. സയൻസ് എന്ന് പറഞ്ഞ നാളെ മാറ്റി പറയും. സയൻസ് പണ്ട് പറഞ്ഞത് മാറ്റി പറയുന്നു. പണ്ടത്തെ സയൻസ് എന്താണെന്ന് വെച്ചാൽ കൊരങ്ങനെ എന്ന മനുഷ്യനുണ്ടായിരുന്നു പണ്ടത്തെ സയൻസ്. പിന്നീട് അത് മാറ്റി, മനുഷ്യൻ തന്നെ മാറി, മനുഷ്യൻ തന്നെ മാറ്റി. ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ ഖിയാമത്ത് നാൾ വരെ മാറ്റണ്ടാവില്ല. ഖുർആനിൽ അല്ലാഹു ഒരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഖുർആനിൽ മനുഷ്യൻ കുരങ്ങിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ ഖുർആൻ പൊളിഞ്ഞു, അല്ലെ? ഖുർആൻ പൊളിഞ്ഞു. ഇന്ന് മനുഷ്യന്റെ എങ്ങനെയാണ് മനുഷ്യൻ രൂപപ്പെടുന്നത് എന്ന് സയൻസ് കണ്ടെത്തി, അത് തെളിയിക്കപ്പെട്ടു, അത് യാഥാർത്ഥ്യമായി എന്ന് കണ്ടെത്തി. പണ്ടുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്ന് അത് മാറി. ഇനി ഇതൊന്നും അല്ല എന്ന് ഒരു പുതിയ കണ്ടുപിടുത്തം നടന്നാൽ പോലും ആ കണ്ടുപിടുത്തം തെറ്റും എന്നല്ലാതെ ഖുർആൻ തെറ്റില്ല. തിരിച്ചു പലതും മടങ്ങി വരേണ്ടി വന്നിട്ടുണ്ട്. സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്നതായിരുന്നു സയൻസ് കാലത്ത് കണ്ടത്, അല്ലെ? സൂര്യൻ ചലിക്കുന്നില്ല എന്നായിരുന്നു കണ്ടത്. സൂര്യന് ചുറ്റും ചലിക്കാനാവട്ടെ, സൂര്യൻ ചലിക്കുന്നില്ല. ഖുർആൻ പറഞ്ഞ വർഷം തെറ്റി, സൂര്യൻ ചലിക്കുന്നുണ്ട്, അല്ലെ? ആ സയൻസ് പിന്നീട് ഇപ്പോ തിരിച്ച് ഖുർആനിലേക്ക് മടക്കി വയ്ക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ശാസ്ത്രമല്ല പറയുന്നത്, മറിച്ച് ചില സത്യങ്ങളാണ്, ചില യാഥാർത്ഥ്യങ്ങളാണ്. അല്ലാഹു തആല മനുഷ്യന്റെ ഭൗതിക പുരോഗതി, ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ പുരോഗതികൾ, അത് മാത്രമല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത്. സയൻസ് ഉദ്ദേശിക്കുന്നത് മാത്രമാണ്. സയൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ഭൗതികമായ നേട്ടം, ഭൗതികമായ സൗകര്യങ്ങൾ, ഭൗതികമായ മനുഷ്യന് കിട്ടാൻ പോകുന്ന പിന്നെ ബെനിഫിറ്റുകളാണ് ആരുദ്ദേശിക്കുന്നത്, ഏതുദ്ദേശിക്കുന്നത്? സയൻസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഖുർആൻ ഉദ്ദേശിക്കുന്നത്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് വരാൻ പോകുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ രക്ഷപ്പെടണം. അതിന് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയും. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ എന്തുകൊണ്ടാണ് ഖുർആനിൽ ഒരു മനുഷ്യന്റെ ഉള്ളിലെ ആന്തരികമായ അവയവത്തിന് കേട് വന്നാൽ ആ അവയവത്തെ ഇങ്ങനെയാണ് ചികിത്സിക്കേണ്ടതെന്ന് ഖുർആൻ പറഞ്ഞത്? അല്ലാഹു കിഡ്നിയെ വെച്ചു, ആ കിഡ്നി നടത്തുന്ന ധർമ്മം എന്താണ് എന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ ഖുർആൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭൗതികമായ മനുഷ്യൻ അല്ലാഹുവിനെ ബുദ്ധി കൊടുത്തു, കഴിവ് കൊടുത്തു, അറിവ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ കണ്ടെത്തലുകൾ നടത്തും. ദുനിയാവിന്റെ കാര്യങ്ങൾ മനുഷ്യൻ തന്നെ കണ്ടെത്തി കൊടുക്കും. പക്ഷെ പലതവണ പഠിച്ചു പറഞ്ഞു പോയിന്റ് പറഞ്ഞ ദുനിയാവിന്റെ കാര്യങ്ങൾ, ദുനിയാവിന് വേണ്ട മനുഷ്യന്റെ കാര്യങ്ങൾ മനുഷ്യൻ കണ്ടെത്തും. അത് കണ്ടെത്താൻ അല്ലാഹു മനുഷ്യൻ ബുദ്ധി കൊടുത്തു. പക്ഷേ ആഖിറം ശ്രദ്ധിക്കണം, ആഖിറം മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെറുപ്പത്താൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. മനസ്സിലെ പറഞ്ഞ ദീനിന് ബുദ്ധിക്ക് മാത്രം വിട്ടുകൊടുക്കരുത്. ഇന്ന് നമ്മളെ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. ഇന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രമാണങ്ങളെപ്പോലും ബുദ്ധി കൊണ്ട് മനുഷ്യന്മാരെ വായിക്കുകയാണ്. പ്രമാണങ്ങളെ ബുദ്ധി കൊണ്ടല്ല വായിക്കുന്നത്. പ്രമാണങ്ങൾ
അള്ളാഹ് പറഞ്ഞ തെറ്റൂല. അള്ളാഹ് അങ്ങനെ പറഞ്ഞത് ശരിയാണെന്ന് നമ്മളെ ചിന്തിക്കണം. അല്ല ശരിയെ പറയുള്ളൂ. അതെ, പിന്നെ അവിടെ ചിന്തിക്കാൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെന്താണ്? ഇതുപോലെയുള്ള സത്യങ്ങൾ മുന്നിൽ വെച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് പരലോകം മനസ്സിലാവും, പരലോകം ബോധ്യപ്പെടും, പരലോകത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടും. അതല്ലാതെ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ശരിയാണോ എന്ന് ആലോചിച്ചിട്ട് നമ്മളെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഖുർആൻ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സ്വർഗം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? മനുഷ്യന്റെ പറ്റിയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമോ? നരകാരിക്കാൻ തന്നെയാണോ? ഇല്ല. അപ്പോ പ്രമാണങ്ങൾ അള്ളാഹ് പറഞ്ഞാൽ അത് സത്യമാണ്. അപ്പൊ ഇത്തരം ആയത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? വരാൻ പോകുന്ന ലോകത്തെ കുറിച്ചുള്ള അറിവാണ്, കുറെ സത്യങ്ങളാണ്, കുറെ യാഥാർത്ഥ്യങ്ങളാണ്. ദുനിയാവ് മനുഷ്യൻ കണ്ടെത്തിക്കോളും, പരലോകം അള്ളാഹു തല മനുഷ്യൻ പറഞ്ഞു കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ അതിന് സ്വന്തം അവനവന്റെ തടിയെപ്പറ്റി നമ്മൾ ബോധ്യപ്പെടുത്തണം. ഈ തടി എങ്ങനെ കൊടുക്കും? അവൻ 13-ാമത്തെ ആയത്തിൽ പറഞ്ഞു, 12-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലക്കൽ ഖലഖൽ ഇൻസാന സുലാലത്തിൽ കളിമണ്ണിന്റെ സത്യം. കളിമണ്ണിന്റെ സദാസ്തിത്വം മനുഷ്യൻ മണ്ണാണ്. അത് സൃഷ്ടിപ്പ് തുടങ്ങുന്നതാണ്. പിന്നീട് എന്താണ്ടായത്? ആ കളിമണ്ണിനോട് സൃഷ്ടിക്കപ്പെട്ട ആദരവ് അവർക്ക് ശേഷം പിന്നീട് അവർക്ക് മക്കളുണ്ടാകുന്നത് ബീജത്തിൽ നിന്നാണ്. ആദ്യത്തെ ബീജത്തിൽ നിന്നാണ് അതിന്റെ മക്കൾ. അതാണ് ഉമ്മ കറാറി മക്കി. ആ മക്കി കറാറും മക്കിനാണ് അച്ച്. ആ അച്ച് ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രമാക്കുന്ന അച്ച് വിളിച്ച് ഒരു കുഞ്ഞായി വളർന്നു. എന്നിട്ട് ആ ഗർഭപാത്രത്തിലെ മനുഷ്യന്റെ ഘട്ടത്തെ കുറിച്ചാണ് ഈ ആയത്. ഇത് കറാറും മക്കിയിലെ ശ്രദ്ധിക്കണം. കറാറും മക്കിയിൽ എന്താണ്? ഉമ്മ ജനലാഹു കറാറും മക്കിയിൽ. കറാറും മക്കിയിൽ എന്താണ്? ഗർഭപാത്രമാണ്. ആ ഗർഭപാത്രത്തിൽ മനുഷ്യൻ ഏതൊക്കെ ഘട്ടങ്ങൾ പിന്നിട്ടു, അതാണ് അടുത്തായത്, 14-ാമത്തെ ആയത്. അവൻ ഒരു മുത്തുഫത്താക്കി വെച്ചു. ഇനി പിന്നീട് ശ്രദ്ധിക്കണം, വായിക്കാൻ ശ്രദ്ധിക്കണം. സൃഷ്ടിച്ചു, നാം സൃഷ്ടിച്ചു. ആ ബീജത്തെ അലകത്തൻ ഗുണമായി. അത് ശരി ശ്രദ്ധിക്കണം. പിന്നീട് നാം ആ നുതുഫത്തിനെ അലക്കത്താക്കിയിട്ട് രൂപപ്പെടുത്തി. അത് ശ്രദ്ധിക്കാതെ രൂപപ്പെടുത്താൻ അർത്ഥമാണല്ല. രൂപപ്പെടുത്ത നുതുഫത്തിനെ ബീജത്തെ എന്താക്കി മാറ്റി? നുതുഫത്തിനെ എന്താക്കി മാറ്റി? അലക്കത്താക്കി മാറ്റി. അറബിനെ പറഞ്ഞു പഠിക്കാം. നുതുഫത്തിനെ എന്താക്കി മാറ്റി? അലക്കത്താക്കി. അലക്ക് എന്നും പറയും, അലക്കത്ത് എന്നും പറയും. രണ്ട് രൂപത്തിൽ പറയും. ഈ ബീജത്തെ ഭ്രൂണമാണ്. അതെന്താ ഭ്രൂണം? ബീജം എന്ന് പറഞ്ഞാൽ പുരുഷന് സ്ഖലനമുണ്ടാകുമ്പോൾ ആ സ്ഖലനത്തുള്ളികളുള്ള കൊളാനുകോടി ബീജങ്ങൾ, ആ ബീജം സ്ത്രീയുടെ അണ്ഡവുമായി യോജിക്കും. ആ അണ്ഡവുമായി യോജിച്ച അവസ്ഥക്കാണ് എന്ത് പറയാ? ഭ്രൂണം എന്ന് പറയാം. അതാണ് ഭ്രൂണം. ഒന്ന് നുതുഫത്താണ്. നുതുഫത്ത് ബീജമാണ്. പിന്നെ അത് എന്തായി മാറി? അലക്കത്തായി മാറി. അപ്പൊ സ്ത്രീച്ച ബീജം അത് സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അലക്കത്തായി മാറി. എന്താ അലക്കത്ത് എന്ന് പറഞ്ഞാൽ? ഭ്രൂണമായി മാറി. അപ്പൊ ആദ്യത്തെ ഘട്ടം ബീജമാണ്, പിന്നെ രണ്ടാമത്തെ ഘട്ടം ഭ്രൂണമാണ്, അലക്കം. പിന്നീട് ആ അലക്കത്ത് ഭ്രൂണം മുതലത്തായി മാറി. മുതലത്ത് എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡം. എന്താണ്? മാംസപിണ്ഡം, ഒരു ഇറച്ചിക്കഷ്ണം. അലക്കത്ത് മുതലത്തായിട്ട് മാറി. അപ്പൊ നുതുഫത്ത് അലക്കത്തായിട്ട് മാറി, അലക്കത്തായി മുതലത്തായി മാറി. വ്യക്തമാണ് പറഞ്ഞത്. സമയങ്ങൾ തിന്നണം, കാലവൈകിയമുണ്ട്, ദിവസങ്ങളുണ്ട്. അങ്ങനെ നുതുഫത്ത് അലക്കത്തായി, അലക്കത്ത് മുതലത്തായി ബാക്കി. ഇപ്പൊ ഹലക്കിനാൽ മുതലത്താണ്. അങ്ങനെ ആ മുതലത്തിനെ നാം രൂപപ്പെടുത്തിയ ഇമാമൻ എല്ലായി മാംസം, എല്ല്, ഇമാമൻ എല്ല്, അസ്ഥി, എല്ലായിട്ട് രൂപപ്പെടുത്തി. അപ്പൊ ആദ്യം മാംസമല്ല, എല്ലാം. അപ്പൊ ഈ എല്ലായി മാറേണ്ട സംഗതി
മുതലത്ത് ആ മാംസപിണ്ഡം പിന്നീട് എന്തായിട്ട് മാറി? ഇളാമായിട്ട് മാറി. ബാക്കി അപ്പൊ എന്തൊക്കെ പറഞ്ഞപ്പോൾ നുത്ഫത്ത് അലക്കത്തായി, അലക്കത്ത് മുതലത്തായി, മുതലത്ത് ഇളാമായി. എന്താണ് നുത്ഫത്ത്? ബീജം. എന്താണ് അലക്കത്ത്? ഭ്രൂണം. എന്താണ് മുതലത്ത്? മുതലത്ത് മാംസപിണ്ഡം. മുതലത്ത് മാംസം. ബാക്കി മുതലത്തിൽ ഇളാമായി, മാംസമായി, എല്ലായി മാറി, മുതലത്തേക്ക് മാറി, ഇളാമായി. അപ്പൊ നുത്ഫത്ത്, അലക്കത്ത്, മുതലത്ത്, ഇളാം, 4 ഘട്ടം. 4 ഘട്ടം. ബാക്കി എന്നിട്ട് കസൗന, അവിടെ കസൗന എന്നാ പ്രയോഗിച്ചത്. അതിന് കാരണം ഇതുവരെ ഹലക്ക എന്ന് പറഞ്ഞു. ഹലക്ക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു അല്ലെങ്കിൽ രൂപപ്പെടുത്തിയതാണ്. അതായത് നുത്ഫത്ത് അലക്കത്തായി, അലക്കത്ത് മുതലത്തായി, മുതലത്ത് ഇളാമായി. ഇതൊക്കെ അല്ലാഹു പറഞ്ഞ ഹലക്ക എന്ന വാക്കുകൾ ഇതിനും ഹലക്ക എന്നാ പ്രയോഗിച്ചത്. ഇതൊക്കെ ഹലക്ക, എല്ലാം ഹലക്ക എന്നാ പ്രയോഗിച്ചത്. സൃഷ്ടിച്ചു. ഇനി ആ 5ാമത്തെ ഘട്ടം, ഇത് 4 ഘട്ടം. നുത്ഫത്ത് 1, 2 അലക്കത്ത്, 3 മുതലത്ത്, 4 ഇളാം. 5ാമത്തെ ഘട്ടം എന്താണ്? ലഹ്മ. എന്താണ് 5ാമത്തെ ഘട്ടം? ലഹ്മ. ഈ ലഹ്മിനെ വേണ്ടിയിട്ട് അമ്മ ഉപയോഗിച്ച വാക്ക് കസഫ എന്നാണ്. കസഫ. كسونا العظام لحما. كسونا كسوة كور كسوة كسونا ഹലക്ക എന്ന വാക്കിന്റെ വേറൊരു വാക്കായിട്ട് ഉപയോഗിക്കും. അതുപോലെ തന്നെ പിന്നെ ധരിക്കുക, ഉടുക്കുക, പിന്നെ കിസ്വ അതൊക്കെ ഇങ്ങനെ മറ്റേ വാക്കാണ്. ആ വാവാണ് കസൗന. ഇവിടെ ഈ നൂന് വന്നത് കൊണ്ട് യാ വാവായിട്ട് മാറും. അത് ഗ്രാമർ നിയമമാണ്. അതർഫ എന്നിട്ട് കസൗന നാം പൊതിയ. എന്തിനെ പൊതിഞ്ഞു? ഇളാമിനെ എന്തുകൊണ്ട് പൊതിഞ്ഞു? ലഹ്മ കൊണ്ട് പൊതിഞ്ഞു. എന്താ ലഹ്മ? ലഹ്മ മാംസം. എല്ലിനെ പുറത്തുള്ള മസിലിനാണെന്ന് പറയാം ലഹ്മ് എന്ന് പറയും. അപ്പൊ സാധാരണ നമ്മള് പോത്തിന്റെ ഇറച്ചി, ആടിന്റെ ഇറച്ചിക്കൊക്കെ എന്ത് പറയും? ലഹ്മ് എന്നാണ് പറയാ. അപ്പൊ മനുഷ്യന്റെ എല്ലിനെ എന്തുകൊണ്ട് പൊതിഞ്ഞു? അപ്പൊ നമ്മള് ശരിക്കും ഒരു മനുഷ്യന്റെ മസിലുകൾ നോക്കിയാൽ തോൽ ഒഴിവാക്കിയിട്ട് പിന്നീടുള്ള ആ ഇത് നോക്കിയാൽ കാണുന്നത് ശരിക്കും എന്താണ്? ലഹ്മാണ്. ആ ലഹ്മിന് കൊടുക്കുന്ന സംരക്ഷണമാണ് ഈ തൊലി. മനസ്സിലാണോ? അപ്പൊ ഒരു മനുഷ്യന്റെ രൂപമാണ് വേണ്ടത്, അതിന്റെ ഘട്ടമാണ്, അതിന്റെ ഘട്ടങ്ങൾ പിന്നീടുള്ളതാണ്. അപ്പം ആദ്യം നുത്ഫത്ത് പറഞ്ഞു, പിന്നെ അലക്കത്ത് പറഞ്ഞു, പിന്നെ മുതലത്ത് പറഞ്ഞു, താവ് പറഞ്ഞു. ഇതൊക്കെ ഹലക്കയാണ്. അതേ സമയത്ത് ലഹു വന്നത് പറഞ്ഞു കസൗന എന്ന് പറഞ്ഞു. എന്നിട്ട് കസൗന നാം പൊതിഞ്ഞു. എന്തിനെ? ഇളാമിനെ പൊതിഞ്ഞു. എന്തുകൊണ്ട്? മാംസം പൊതിഞ്ഞു. അതെന്തൊക്കെയായിരുന്നു? നുത്ഫത്ത് കഴിഞ്ഞു, അലക്കത്ത് വന്നു, മുതലത്ത് വന്നു, ഇളാമ് വന്നു, ലഹ്മ്. ഓരോന്നായിട്ട് അഴിഞ്ഞു പോകും. ഒന്നല്ലാതായിട്ട് മാറും. മനുഷ്യൻ ജയിച്ച് പോകും മനുഷ്യൻ. ബാക്കി പിന്നീട് അൻഷ എന്ന് പറഞ്ഞാല് പിന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയതാണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണ് അൻഷ. വളർത്തിയെടുക്കുന്നതൊക്കെ പറയും. നശ വളർന്നു, അൻഷ വളർത്തിയെടുത്തു. വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഘട്ടങ്ങളിലെ വലുതാക്കി കൊണ്ടുവരും. ഒരു നുത്ഫത്ത് പിന്നെ അലക്കത്തായ ഗർഭപാത്രത്തിൽ ഇങ്ങനെ തുങ്ങി കിടക്കും. ശരിക്കും
അട്ടക്ക് അലക്കുന്ന പറയാം. ഈ അട്ടകുമികൾ അതേപോലെ എന്ത് ചെയ്യാം, ഈ ബീജം അണ്ടവുമായിട്ട് കൂടിച്ചെന്ന് അലക്കാവുമ്പോൾ അവസ്ഥ ഉണ്ടാവുക. അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് കൂടി നിൽക്കുന്ന വസ്തുവാണ് അലക്ക് എന്ന വാക്കിലാണ്. എന്നിട്ട് ആ അലക്കിനെ അതിന്റെ വെള്ളേ വരും. അതെന്തായിട്ട് മാറി? അത് മാംസപിണ്ഡമായിട്ട് മാറി, മുതലത്തായിട്ട് മാറി. അലക്കത്ത് മുതലത്തായിട്ട് മാറി. ആ മുതലത്തിൽ പിന്നീട് എല്ലായിട്ട് മാറി. എന്നിട്ട് ആ എല്ലിനെ എന്തിൽ പൊതിഞ്ഞു? ചുമ്മ പിന്നീട് അൻഷഇനാഹു, നാം അവനെ വളർത്തിയെടുത്തു. നാം അവനെ വളർത്തിയെടുത്തു. ഹൽക്കനാഹ, വേറൊരു സൃഷ്ടി. ഹൽക്ക് എന്ന സൃഷ്ടി. ഹലക എന്നതിന്റെ മസ്തറാണ് ഹലക, ഹൽക്കുൻ സൃഷ്ടി. ആഹ എന്ന് പറഞ്ഞാൽ മറ്റും. ആഹ റജുലൻ, റജുലൻ ഒരാൾ. റജുലൻ ആഹ എന്ന് പറഞ്ഞാൽ മറ്റൊരാളാണ്. അതെ, കിതാബ് പുസ്തകം, കിതാബിനാഹ് വേറെ. അതെ, വലതിനൊരു കുട്ടി, വലതിനാഹെന്ന വേറെ കുട്ടി. ഇതേപോലെ ഹൽക്കനാഹ് മറ്റൊരു സൃഷ്ടി. മറ്റൊരു സൃഷ്ടിയായിട്ട് നാം അവനെ വളർത്തിയെടുത്തു. അതെങ്ങനെ പറയാം? തുമ്മ പിന്നീട് അൻഷഇനാ, പറഞ്ഞോളൂ, അൻഷഇനാ നാം വളർത്തിയെടുത്തു. അൻഷഅ എരികൊള്ളു. അൻഷ അത് പുതിയ വാക്കാണ്. അൻഷഅ വളർത്തിയെടുത്തു. അൻഷഅ വളർത്തിയെടുത്തു. നശഅ എന്ന് പറഞ്ഞാൽ വളർന്നു. നശഅ വളർന്നു, അൻഷഅ വളർത്തിയെടുത്തു. നശഅ വളർന്നു, അൻഷഅ എന്നാൽ വളർത്തിയെടുത്തു. അൻഷഅ പ്ലസ് നാഅ. അപ്പൊ അൻഷഇനാ എന്നാൽ നാം വളർത്തിയെടുത്തു. നാം വളർത്തിയെടുത്തു അവനെ. സുമ്മ അൻഷഇനാഹു, പിന്നീട് നാം അവനെ വളർത്തിയെടുത്തു. സുമ്മ അൻഷഇനാഹു, പിന്നീട് നാം അവനെ വളർത്തിയെടുത്തു. എന്തായി വളർത്തിയെടുത്തു? മറ്റൊരു സൃഷ്ടിയായിട്ട് വളർത്തിയെടുത്തു. അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അല്ലാഹു ആരാണ്? അഹ്സനുൽ ഖാലിഖീൻ. സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടികർത്താവ്, ഏറ്റവും നല്ല സൃഷ്ടികർത്താവ്. അല്ലാഹു സൃഷ്ടിക്കുന്ന പോലെ ഒരാൾക്കും ഒരു വസ്തു ഒരാൾക്ക് സൃഷ്ടിക്കാൻ ഞാൻ സൃഷ്ടിച്ചാൽ തന്നെ അതിന് സമ്പൂർണ്ണത കിട്ടൂല. എന്തുകൊണ്ട്? അള്ള ഉണ്ടാക്കിയ ഒരു വസ്തു കൊണ്ടേ വേറെ സൃഷ്ടിക്കാൻ പറ്റും, അല്ലെ? ഒരു മേശ ഉണ്ടാക്കി, ആ മേശ ഒരാൾ ഉണ്ടാക്കി എന്ന് പറയാം. അയാൾക്ക് വേണമെങ്കിൽ മുൻഷിക്ക് പറയാം, ശില്പിന്ന് പറയാം. പക്ഷെ ആ മരം, അതിന് മരം വേണം, എല്ലാം വേണം. അതൊക്കെ ഉണ്ടാക്കിയതാരാ? മനുഷ്യൻ കണ്ടുപിടിച്ചു കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, മനുഷ്യൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത്, മനുഷ്യൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത്. അള്ളാഹു ഉണ്ടാക്കി വെച്ചത് മനുഷ്യനുണ്ടാക്കി, കണ്ടുപിടിച്ചു പറഞ്ഞാൽ ഉണ്ടാക്കി എന്ന് പറയുന്നത്. അപ്പൊ തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ശരി, ആ പറഞ്ഞു. പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. എന്നിട്ട് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുന്നു. തുടർന്ന്
തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തും. അസ്ഥികൂടം കുറെ അസ്ഥികൾ, കുറെ എല്ലുകളാണ് അസ്ഥികൂടം രൂപപ്പെടുത്തുന്നത്. പിന്നീട് നാം ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട സമയമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില മെസ്സേജ് നമുക്ക് കിട്ടാനുണ്ട്. അത് ഈ ആയത്തിനെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകളെ മുന്നിൽ വെച്ച് ചിന്തിക്കുമ്പോൾ തദബ്ബുർ നമുക്കൊരു ബോധ്യപ്പെടും. ഇവിടെ നമ്മൾ ലുത്ഫത്ത് പറഞ്ഞപ്പോൾ ആ ലുത്ഫത്ത് നമുക്ക് എത്ര മെസ്സേജ് നൽകേണ്ടത് പറഞ്ഞിരുന്നു? ഓർമ്മ ലുത്ഫത്ത് എത്ര മെസ്സേജുകളാണ് നമുക്ക് നൽകിയത്? എത്ര മെസ്സേജായിരുന്നു നൽകിയത്? നമ്മളത് എഴുതിയിരുന്നു, നോട്ടീസൊക്കെ എഴുതിയിരുന്നു. പത്ത് മെസ്സേജ് നമുക്ക് ലുത്ഫ് നൽകിയിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധിക്കണേ, അലക്കത്തുണ്ട്, മുതകത്തുണ്ട്, ഇമാമുണ്ട്, ലഹ്മുണ്ട്. ഇത് ലുത്ഫത്ത് പറഞ്ഞു. ഇനി പറയേണ്ടത് അലക്കത്താണ്. പരിശുദ്ധ ഖുർആനിൽ 6 തവണയാണ് അലക്കത്ത് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അലക്ക് അല്ലെങ്കിൽ അലക്കത്ത്. അലക്ക് എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അലക്കത്ത് കൊണ്ട് സ്ത്രീലിംഗം. ആ വീട് പുല്ലിംഗം സ്ത്രീലിംഗം വ്യത്യാസമുണ്ട്. അലക്ക് അല്ലെങ്കിൽ അലക്കത്ത്. ഇതാണ് ഭ്രൂണം. 6 തവണയാണ് ഖുർആൻ ആവർത്തിച്ചത്. ശ്രദ്ധിക്കുക, 6 തവണ ആവർത്തിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധ ഖുർആനിലെ അവതരണത്തിന്റെ ക്രമം എടുത്താൽ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ക്രമം എടുത്താൽ 1-ാമത്തെ അധ്യായത്തിന്റെ പേരെന്താണ്? അവതരണ ക്രമം. ഖുർആൻ എഴുതിയ കിതാബത്തിന്റെ ക്രമമല്ല, ഖുർആന്റെ അവതരണ ക്രമം എടുത്താൽ
ആദ്യത്തെ സൂറത്ത് അതിന്റെ പേരെന്താ? അലഖ്. സൂറത്തുൽ അലഖ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ക്രമം, അവതരിച്ച ക്രമം. ഖുർആനിൽ 2 ക്രമമുണ്ട്. ഖുർആനിലെ ക്രോഡീകരണത്തിലെ ക്രമമുണ്ട്. അതാണ് നമ്മളെ മുന്നിലുള്ള സൂറത്തുൽ ഫാത്തിഹ, അൽ-ബഖറ. അവതരണ ക്രമം. ഖുർആൻ ആദ്യമായിട്ട് അവതരിച്ചത് സൂറത്ത് ഏതാണ്? അത് ഖുർആനിലെ എത്രാമത്തെ സൂറത്താണ്? 96ാമത്തെ സൂറത്ത്. പരിശുദ്ധ ഖുർആനിലെ 96ാമത്തെ സൂറത്താണ് അവതരണ ക്രമത്തിലെ 1ാമത്തെ സൂറത്ത്. ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തുൽ അലഖ്. നാം മനസ്സിലാക്കിക്കോളൂ. അലഖത്ത് നൽകുന്ന 1ാമത്തെ സന്ദേശം അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വളരെ വലിയ സന്ദേശം. അല്ലാഹു നമ്മളെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയപ്പോ ഒരു ബീജത്തെ, ഒരു ബീജ പാപ്പാന്റെ പാത്രം, ശ്രദ്ധിക്കണം, ഒരു ബീജ പാപ്പാന്റെ പാത്രം അല്ലേ ഉമ്മാക്ക് കൂടെ ഇതിന് പങ്കുണ്ടായപ്പോഴാണ് അത് അലക്കത്തായപ്പോഴാണ്. ഉത്പാദിപ്പിക്കപ്പെടുന്ന അണ്ടം, സ്ത്രീയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അണ്ടം ബീജവുമായി കൂടി യോജിക്കുമ്പോഴാണ് അലക്കത്തായിട്ട് മാറുന്നത്. അല്ലേ? വാപ്പയും ഉമ്മയുടെയും രണ്ടാളും പങ്കാളിത്തം വരുന്ന ആദ്യത്തെ ഘട്ടം. ആ ആദ്യത്തെ ഘട്ടത്തെ കുറിച്ച് പറഞ്ഞ് ചിന്തിക്കാൻ പറയണം. വളരെ ഗൗരവമുള്ളതാണ്. ആയത്തിന്റെ സുഹൃത്തുക്കൾ എല്ലാവരും സാഷ്ടാംഗം നമിച്ച് സുജൂദ് ചെയ്ത് റബ്ബിലേക്ക് സമീപം സ്വീകരിക്കാൻ അല്ലാഹു പറഞ്ഞു വെച്ചിട്ടുള്ള മഹത്തായ ചില സന്ദേശങ്ങളുണ്ട്. വായിക്കണം. എന്താ വായിക്കേണ്ടത്? ഈ ഗ്രന്ഥം വായിക്കണം. ഈ ഗ്രന്ഥം ആരുടേതാണ്? ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റേതാണ്. ഈ ഗ്രന്ഥം വായിക്കാത്തവൻ, പഠിക്കാത്തവന് അവന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർണ്ണമല്ല. മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ ലക്ഷ്യം പൂർണ്ണമല്ല. എന്തിനെ നമ്മളെ സൃഷ്ടിച്ചു? ആ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടാൻ കഴിയാത്തവരാണ് റബ്ബിന്റെ ഗ്രന്ഥം വായിക്കാത്തവർ. ഒന്നാമത്തെ സന്ദേശം ഇതിനൊരു രക്ഷാവ ഇത് വിശദീകരിക്കണം. ഈ സൂറത്തൊന്നും പറയണം, അലക്കൊന്നും പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതിലേക്ക് കാണാം. ഇൻഷാല്ലാ ഇന്ന സമയമില്ല, അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. എല്ലാവരും ഒരു നോട്ട് പുസ്തകവും പേനയും കരുതിക്കരുത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഒരു നോട്ട് പുസ്തകവും പേനയും കരുതി കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് കഴിഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ പോകാം. തിരിച്ച് സന്തോഷത്തോടെ പോകാം. ഒരു പേനയും ഒരു നോട്ട് പുസ്തകവും കരുതി കേട്ടിട്ട് വന്നാൽ അല്ലാഹു പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന സംതൃപ്തിയോടെ തിരിച്ചു
പോകണം. അറിവില്ലായ്മ വന്ന് തെറ്റിപ്പറ്റുമ്പോൾ വളർത്തു കൊടുക്കാം. ഈ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈമാനോടുകൂടി ആയിരിക്കണം നമ്മളെ ബോധെടുക്കേണ്ടത്. മുഗ്നായിട്ടായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. ഇതാണ് ഈ സൂറത്ത് സൂചിപ്പിക്കുന്നത്. അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, ആ ആഗ്രഹം സാധ്യമാകണമെങ്കിൽ, ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ, അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ പൊരുത്തപ്പെട്ട രൂപത്തിൽ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ഗ്രന്ഥം, ഈ സൂറത്ത് കൃത്യമായി അത് തലക്കുറിച്ച് പിടിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ ഗ്രന്ഥം പഠിക്കുക വഴി നമുക്ക് അള്ളാഹു ഈമാനിന്റെ വർദ്ധനവ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറവുകളും നിബന്ധനകളും അള്ളാഹു പരിഹരിച്ചു വരുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള മനസ്സമാധാനം പ്രദാനം ചെയ്യും. നമ്മുടെ മക്കളിൽ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ഇടപാടുകളിലും ജോലിയിലും നമ്മുടെ മനുഷ്യത്തിന്റെ മാറ്റത്തിലുമെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് വർദ്ധന പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് സഹായിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين.